ഹലോ, ഹൈപ്പോ പിഗ്മെന്റേഷൻ, മെലാസ്മ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു 2 മന്ത്സ് ബാക്ക് എൻ്റെ ഒരു ഫേസ് ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ഈ 2 സൈഡിൽ ഭയങ്കര ഡാർക്കായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായി. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2 സൈഡിലും. ഫോട്ടോ അല്ല, ശരിക്കും അത് ഒരു വീഡിയോന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഭയങ്കരമായിട്ട് ഞാനത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇടുന്നു, കൺസീലർ ഇടുന്നു. പുറത്ത് പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിക. കാര്യം ഈ 2 സൈഡിലും നല്ല ഡാർക്കായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഇതെന്താണ് പറ്റിയതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ സമ്മർ ടൈം ആയിരുന്നു. അപ്പം ആ സമ്മർ ടൈമിൽ എനിക്ക് വെയിൽ കൊണ്ടിട്ട് വന്നതാണ്. ഇവിടെ മെലാസ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഹൈപ്പർ പിഗ്മെന്റഡ് ആവുന്നതാണ് സ്കിന്ന്. അപ്പൊ ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് തപ്പി. ഇതുവരെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങും കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോ നാട്ടിൽ പോയ ടൈമിൽ ഇതുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാനൊരു ഒരാഴ്ച ആയതുള്ളത് ഇട്ട് തുടങ്ങിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ഇട്ട് കംപ്ലീറ്റ് മാറി. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചു കേട്ടോ, അതെങ്ങനെ മാറി, ഇത് ഫുള്ള് മാറിയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ട്രാനെക്സാമിക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ട്രാനെക്സാമിക് അങ്ങനെ എന്തോ ആണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതൊരു ട്രാനെക്സാമിക് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. ഓക്കെ, അപ്പം അത് 3% ഉള്ള ആസിഡിന്റെ ഒരു ടൈപ്പ് സിറം ആണിത്. അപ്പൊ ഇത് ഞാൻ ആ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എല്ലാ ദിവസവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിത് കുറഞ്ഞത്. ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാണോ, ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനി ഒരു ഹാഫ് ഓളേ ഉള്ളൂ, കാര്യം ഞാൻ അത്ര യൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, എവിടെയെങ്കിലും ഇങ്ങനെ കളർ ചേഞ്ചും ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസേ ഇല്ലായിരുന്നു. ഇവിടെ ഈ ഇരുണ്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് വർക്കായി. ഞാനൊരു മീഡിയം കളറുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ വെട്ടത്തിന്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഫെയർ ആയിട്ട് തോന്നുന്നത്. അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, അത്ര ഓയിലി സ്കിന്നും അല്ല, ഒരു നോർമൽ സ്കിന്നാണ്. ഇടയ്ക്ക് ഓയിലി ആയിട്ടിരിക്കും. അപ്പം എനിക്കിത് വർക്കായി. അപ്പം നിങ്ങൾക്കിത് വർക്കാവുമായിരിക്കാം.